ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ദിയ കൃഷ്ണയുടെ പേരിലുള്ള തട്ടിപ്പ് കേസ്. പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു നായരായ അച്ഛനും ഈഴവയായ അമ്മയും ബ്രാഹ്മണനായ ഭർത്താവും അടങ്ങുന്ന ദിയയുടെ കുടുംബ പശ്ചാത്തലം പോലും ഈ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നുണ്ട് എന്നത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ദിയ കൃഷ്ണയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളുടെ സത്യാവസ്ഥയും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ദിയയുടെ ഉടമസ്ഥതയിലുള്ള O/OC എന്ന സ്ഥാപനത്തിൽ ജീവനക്കാർ QR കോഡിൽ കൃത്രിമം കാട്ടി 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് ദിയയുടെ പ്രധാന ആരോപണം. കഴിഞ്ഞ കുറച്ചു കാലമായി താൻ ഗർഭിണിയായിരുന്നത് കൊണ്ട് കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഈ സമയത്താണ് ജീവനക്കാർ ഈ തട്ടിപ്പ് നടത്തിയതെന്നുമാണ് ദിയ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. എന്താണ് ചെയ്യുന്നത്? സ്കാനർ, വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് ബോധിക്കുന്നില്ല. ആൾക്കാർ സ്കാനർ ചോദിക്കുന്നു. അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞത് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആകുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം? നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇതിന് കണ്ണടച്ച് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ ലാഭമൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ ഇതെപ്പോഴും റിപ്പീറ്റ് ചെയ്തത്? നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നിങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം അടുത്ത് ഘടിപ്പിച്ചാന്ന്. സത്യം പറ, ഈ കണ്ണം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡിവ ടേക്കിംഗ്. അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെല്ലുമ്പോഴേക്കും ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് അതൊന്നും അതെനിക്ക് കിട്ടില്ല. അല്ല, ഇവര് ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. CCTV ഇല്ല. അയ്യോ, നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ അറിഞ്ഞു വന്നല്ലോ, പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല, കാരണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന കൃത്യം ഞാൻ ഇത് നോക്കും. അടുത്ത സ്റ്റോറി ഞാൻ ഇത് എന്തിനാണെന്നറിയാമോ? ക്യാഷ് ആയിട്ട് എത്ര പേര് ക്യാഷ് കൊടുത്ത എല്ലാവരോടും, കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കറക്റ്റ് കൃത്യമുള്ള നേരം എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് സത്യം അറിയണമെന്ന്. കാരണം അവർ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുക്കുക എത്ര വർഷമാണ്, ബാക്കി രണ്ടും പോട്ടു. അല്ല, അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് എല്ലാവരും 3 പേര് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പേരെ പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണക്കുമാണ്. കാര്യം ഇതിന്റെ 2000 രൂപ തിന്നു പറഞ്ഞവരാണ്. അവരുടെ 7 ലക്ഷത്തിന്റെ കണക്ക് വന്നത്. ക്യാഷ് പേയ്മെന്റ് കിട്ടും. കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞ് ഇവർ ഇൻസിസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് കൊടുക്കും. ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു. വിശ്വാസവഞ്ചനയും സാമ്പത്തിക തട്ടിപ്പുമാണ് ഇവിടെ നടന്നത്. ജീവനക്കാർ പണം തട്ടിയെടുക്കാൻ പല വിദ്യകളും ഉപയോഗിച്ചു. ഉദാഹരണത്തിന്, കടയിൽ വരുന്ന ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം QR കോഡ് ഉപയോഗിച്ച് പണം അയക്കാൻ ശ്രമിക്കുമ്പോൾ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്നും കൂടാതെ താൻ പറയാത്ത ഡിസ്കൗണ്ടുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിച്ച് കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയെന്നും ദിയ പറയുന്നുണ്ട്. ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാർ നായരാണ്. അമ്മ സിന്ധു ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാണ്. ദിയ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ബ്രാഹ്മണ യുവാവിനെയാണ്. ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ ഈ വിവാദത്തിൽ ജീവനക്കാർ ദിയയെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് ആരോപിക്കുമ്പോൾ ദിയയുടെ കുടുംബ പശ്ചാത്തലം ചർച്ചയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ നായരാണ്, അമ്മ ഈഴവയാണ്, ഭർത്താവ് ബ്രാഹ്മണനാണ്. പിന്നെ എങ്ങനെയാണ് താൻ ജാതീയമായി അധിക്ഷേപിക്കുന്നത് എന്ന് ദിയ മാധ്യമങ്ങളോട് ചോദിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ദിയയുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബ പശ്ചാത്തലവും ഈ സാമ്പത്തിക തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ല.
ദിയ എന്ന വ്യക്തിയെയും അവരുടെ ബിസിനസിനെയും മാത്രം കേന്ദ്രീകരിച്ച് ഈ വിഷയത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ദിയ കൃഷ്ണയ്ക്ക് വ്യക്തമായ നിലപാടാണുള്ളത്. ജീവനക്കാർ തട്ടിപ്പ് നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും അവർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോകളും ശബ്ദരേഖകളും അടക്കം എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്ന് ദിയ പറയുന്നു. ഈ തെളിവുകളെല്ലാം പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. സ്വന്തം സഹോദരിമാരെ പോലെ വിശ്വസിച്ചവരാണ് തന്നോട് ഈ ചതി ചെയ്തത്. അവർ ഇങ്ങനെ ചെയ്യുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല. ദിയ വേദനയോടെയാണ് ഇത് പറയുന്നത്. താൻ പരാതി നൽകിയതിനു ശേഷമാണ് തനിക്കെതിരെ ജീവനക്കാർ തട്ടിക്കൊണ്ടുപോകൽ ആരോപണവുമായി വന്നതെന്നും അത് തന്റെ പരാതിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ദിയ വ്യക്തമാക്കുന്നു. ഒരു സംരംഭക എന്ന നിലയിൽ ദിയ കൃഷ്ണ ചെയ്തത് സ്വന്തം സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും അതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാൻ ദിയ ധൈര്യം കാണിച്ചു. ഗർഭിണിയായിരിക്കുന്ന സമയത്തും ദിയ തന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിൽ നടന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഇത് അഭിനന്ദനാർഹമാണ്. പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർ നാണക്കേട് ഭയന്ന് പുറത്തു പറയാൻ മടിക്കാറുണ്ട്. എന്നാൽ ദിയ കൃഷ്ണ ഇവിടെ ഒരു മാതൃക കാട്ടുകയാണ്. കൂടാതെ ദിയയുടെ കുടുംബത്തെയും വ്യക്തിപരമായ കാര്യങ്ങളെയും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയായ നടപടിയല്ല. ഇത് ദിയ കൃഷ്ണ എന്ന വ്യക്തിക്ക് നീതി ലഭിക്കേണ്ട ഒരു കേസാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ജാതീയമായ വേർതിരിവോ ഇല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിനെ സമീപിക്കാൻ സമൂഹം തയ്യാറാകണം. ദിയയുടെ ഭാഗം കേൾക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ ദിയയും കുടുംബവും പരാതി നൽകിയതിന് പിന്നാലെ ജീവനക്കാർ ദിയയ്ക്കും പിതാവ് കൃഷ്ണകുമാറിനുമെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ പരാതി പ്രകാരം ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ആരോപണം. ഈ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ജീവനക്കാർ ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് വന്നത്. ദിയയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് സ്ഥാപനത്തിലെ 2 വനിതാ ജീവനക്കാർ ദിയയുടെ അഭാവത്തിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഉപഭോക്താക്കൾക്ക് ബിൽ അടയ്ക്കുന്നതിനായി സ്ഥാപനത്തിൽ ദിയ ഒരു QR കോഡ് പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഈ QR കോഡ് പ്രവർത്തനരഹിതമാണെന്ന് ജീവനക്കാർ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചു. തുടർന്ന് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉപഭോക്താക്കളെ കൊണ്ട് പണം അടപ്പിച്ചു. ജീവനക്കാർ നൽകിയ QR കോഡിൽ OBOCയുടെ പേരില്ലാത്തതിനാൽ ചില ഉപഭോക്താക്കൾക്ക് സംശയം തോന്നി ദിയയെ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് വർഷങ്ങളായി നടന്നു വരുന്ന ഈ തട്ടിപ്പ് ദിയയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിൽ ഒരാൾ തങ്ങളുടെ ഫോൺപേ അക്കൗണ്ടിന്റെ പേര് OBOC എന്ന് മാറ്റിവെച്ച് തട്ടിപ്പ് കൂടുതൽ എളുപ്പമാക്കിയെന്ന് ദിയ പറയുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച സ്ക്രീൻഷോട്ടുകളും തട്ടിപ്പ് നടത്തിയ ജീവനക്കാരുടെ പേര് വിവരങ്ങളും ദിയ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ജീവനക്കാരുടെ വാദങ്ങളും ദിയയുടെ പ്രതികരണവും തങ്ങൾ ഒരു പൈസ പോലും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നാണ് പരാതിക്കാരായ യുവതികൾ അവകാശപ്പെടുന്നത്. 3 പേരും ഒരുമിച്ച് ജോലി വിട്ടുപോയതിന് ദിയ പ്രതികാരം ചെയ്യുകയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദങ്ങളെ ദിയയും കുടുംബവും തള്ളിക്കളയുകയാണ്. യുവതികൾ തട്ടിപ്പ് നടത്തിയെന്ന കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 50,000 രൂപ തങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് യുവതികൾ സമ്മതിക്കുന്നത് വ്യക്തമാണ്. നേരത്തെ കൃഷ്ണകുമാറും അഹാനയും ഉൾപ്പെടെയുള്ളവർ യുവതികളുമായി സംസാരിക്കുന്ന വീഡിയോയുടെ ഒരു ഭാഗം കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു. ഇതിൽ തങ്ങൾ 3 ചേർന്ന് പണം വീതിച്ചെടുത്തെന്നും 1500 രൂപ കിട്ടിയാൽ 500 രൂപ വീതം 3 പേരും എടുക്കുകയാണ് ചെയ്യാറുള്ളതെന്നും യുവതികൾ പറയുന്നുണ്ട്. മാധ്യമങ്ങളോട് യുവതി ഈ കുറ്റസമ്മതം ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദിയയുമായി ഇവർ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കുറ്റസമ്മതം നടത്തുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ ദിയ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് 3 പേർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കും, ചേച്ചി എന്ന് വിളിച്ചാൽ പല്ലടിച്ച് പൊട്ടിക്കും എന്നെല്ലാമുള്ള ദിയയുടെ വാക്കുകൾ വിവാദമായിട്ടുണ്ട്. അതേസമയം 27 വയസ്സുകാരിയായ ദിയ കോളേജ് പഠനശേഷം തുടങ്ങിയ സംരംഭമാണ് OBOC. ഫാൻസി ആഭരണങ്ങളും സാരികളുമാണ് ഇവിടെ പ്രധാനമായും വിൽക്കുന്നത്. ഓൺലൈൻ വ്യാപാരത്തിന് പുറമെ തിരുവനന്തപുരത്ത് ഒരു ഫിസിക്കൽ സ്റ്റോറും ദിയയ്ക്കുണ്ട്. 2021 ആരംഭിച്ച ഈ സ്ഥാപനത്തിന് 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കളെ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് അശ്വിനോടൊപ്പം ദിയയാണ് സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ദിയ സ്ഥാപനത്തിന്റെ പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റികൾ വരെ OBOCയുടെ ഉപഭോക്താക്കളാണ്. സ്വർണ്ണാഭരണങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ഫാൻസി ആഭരണങ്ങളാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആകർഷണം. യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയയ്ക്ക് കൃഷ്ണകുമാറിന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുമുണ്ട്.